ഹരി ഓം. ഞാൻ നിത്യ. സംസ്കൃത മാതരം ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പഠനം നമുക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷം ആരംഭിക്കാം. ഓം ശ്രീ മഹാഗണപതേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നന്ദനം വസുദേവസ്യ നന്ദഗോപസ്യ നന്ദനം യശോദാനന്ദനം വന്ദേ ദേവകീ നന്ദനം സദാ. ഹരി ഓം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസ്കൃതത്തിലെ നാമങ്ങൾ അഥവാ നൗൺ എന്താണെന്ന് പഠിച്ചു. അതിനെ തുടർന്ന് പുല്ലിംഗ, അതിലുള്ള ലിംഗങ്ങൾ, സംസ്കൃതത്തിൽ എത്ര ലിംഗങ്ങൾ ഉണ്ടെന്നും അവയ്ക്കുള്ള ഉദാഹരണ പദങ്ങളും കുറച്ച് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് നമ്മുടെ ബന്ധുവാചക ശബ്ദങ്ങൾ എന്ന് പറയാം. അതായത് നമ്മുടെ ബന്ധുക്കളായ അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മ തുടങ്ങിയവരെ സംസ്കൃതത്തിൽ എങ്ങനെയാണ് അവരുടെ പദങ്ങൾ വരുന്നത് എന്നുള്ളത് നമുക്കിന്ന് പഠിക്കണം. അതുകൂടാതെ സംസ്കൃതത്തിൽ എത്ര വചനമുണ്ട്, അത് ഏതൊക്കെയാണെന്ന് പഠിക്കണം. പിന്നെ മൂലശബ്ദങ്ങൾ എങ്ങനെയാണ് സംസ്കൃതത്തിൽ, അതെന്താണെന്നുള്ളത് അതും ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ പഠനം ആരംഭിക്കാം. വ്യാവഹാരിക ശബ്ദാഹ, അതായത് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട് വ്യാവഹാരിക ശബ്ദങ്ങൾ. അതില് ബന്ധുവാചക ശബ്ദങ്ങൾ അതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് പുല്ലിംഗ, സ്ത്രീലിംഗ, നപുംസകലിംഗം പഠിച്ചായിരുന്നു. അതിൽ പുല്ലിംഗ, സ്ത്രീലിംഗ ശബ്ദങ്ങളിൽ വരുന്ന ബന്ധുവാചക ശബ്ദങ്ങളാണ് നമ്മൾ ഇന്ന് ആദ്യം നോക്കുന്നത്. അത് നോക്കാം. ആദ്യമായിട്ട് പുല്ലിംഗ ശബ്ദാഹ, ബന്ധുവാചക, അതായത് നമ്മുടെ ബന്ധുക്കളുടെ ബന്ധങ്ങൾ, അതായത് അച്ഛനമ്മ അങ്ങനെ പറയുന്നതിന്റെ സംസ്കൃത പദങ്ങൾ എന്താണ് വരുന്നത്. പുല്ലിംഗ ശബ്ദാഹ, അവയിൽ പുല്ലിംഗത്തിൽ വരുന്ന പദങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് ആദ്യം നോക്കുന്നത്. അപ്പൊ നോക്കാം. ജനകഃ അച്ഛൻ. പിതാമഹഃ മുത്തച്ഛൻ, അതായത് അച്ഛന്റെ അച്ഛനെയാണ് നമ്മുടെ മുത്തച്ഛൻ, പിതാമഹഃ എന്ന് പറയും. പിതാമഹഃ. മാതാമഹഃ അപ്പുപ്പൻ, അതായത് അമ്മയുടെ അച്ഛൻ. മാതാമഹഃ. പുത്രഃ മകൻ. സഹോദരഃ സഹോദരൻ. അതൊക്കെ മലയാളത്തിലും സംസ്കൃതത്തിലും ഒരേ വാക്കാണ്. പുത്രഃ, സഹോദര, അതൊക്കെ അത് രണ്ടും ഒരേ വാക്ക് തന്നെയാണ് വരുന്നത്. അടുത്തത് അഗ്രജഃ ജ്യേഷ്ഠൻ. അനുജഃ അനുജൻ. ഇതും അഗ്രജൻ എന്നുള്ളത് മലയാളത്തിലും നമ്മൾ പറയാറുണ്ട്. അത് സംസ്കൃതത്തിൽ വരുമ്പോ അഗ്രജഃ ജ്യേഷ്ഠൻ, അനുജഃ അനുജൻ. ഇനി അടുത്തത് നമുക്ക് ഇതിന്റെ തന്നെ സ്ത്രീലിംഗ ശബ്ദങ്ങൾ നോക്കാം. ബന്ധുവാചക ശബ്ദങ്ങളുടെ സ്ത്രീലിംഗ ശബ്ദം. സ്ത്രീലിംഗ ശബ്ദാഹ. ജനനി അമ്മ, ജനനി. പിതാമഹി അച്ഛമ്മ, അതായത് അച്ഛന്റെ അമ്മ, പിതാമഹി. മാതാമഹി അമ്മുമ്മ, അമ്മയുടെ അമ്മ, മാതാമഹി. പുത്രി മകൾ. സഹോദരി സഹോദരി, അത് ഒരേ വാക്ക് തന്നെയാണ്. അഗ്രജ ചേച്ചി. അനുജ അനുജത്തി. അപ്പൊ ഇത്രയുമാണ്. ഇനിയുണ്ട്. ഇതിപ്പോ കുറച്ച് വാക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയതാണ്. പുല്ലിംഗ ശബ്ദങ്ങളും സ്ത്രീലിംഗ ശബ്ദങ്ങളുമായ ബന്ധുവാചക ശബ്ദങ്ങൾ. ഇനി അടുത്തതായിട്ട് നമുക്ക് സംസ്കൃതത്തില് വചനം പഠിക്കണം. വചനം, അതായത് നാമങ്ങൾ നമ്മൾ പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നാമങ്ങൾ പഠിച്ചു. നാമങ്ങള് എത്ര വചനങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്,
എന്നുള്ളത് നമുക്ക് പഠിക്കണം. അതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. വചനം, നാമങ്ങളെ 3 വചനങ്ങളായി തിരിച്ചിട്ടുണ്ട്. സാധാരണ മലയാളത്തിലും ഹിന്ദിയിലും ഒക്കെ നോക്കുകയാണെങ്കിൽ 2 വചനമേ ഉള്ളൂ. ഏകവചനവും ബഹുവചനവും മാത്രമേ നമുക്കുള്ളൂ. പക്ഷെ സംസ്കൃതത്തില് 3 വചനങ്ങളുണ്ട്. നാമങ്ങളെ 3 വചനങ്ങളായി തിരിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണ്? ഏകവചനം, ആദ്യത്തത് ഏകവചനം, അതായത് അത് ഒരു വസ്തുവിനെ സൂചിപ്പിക്കുന്നു. ഏകവചനം ഒരു വസ്തുവിനെ സൂചിപ്പിക്കുന്നു. ദ്വിവചനം, ദ്വിവചനം 2 വസ്തുക്കളെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഇതാണ് മലയാളത്തിൽ നിന്ന് ഹിന്ദിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് സംസ്കൃതത്തിൽ വരുന്നത്. 2 വസ്തുക്കളെ ഉണ്ടെങ്കിൽ നമ്മൾ ദ്വിവചനമാണ് ഉപയോഗിക്കേണ്ടത്. 2 വസ്തുക്കളെ സൂചിപ്പിക്കുന്നു. ബഹുവചനം 2-ലധികം വസ്തുക്കളെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഇത് 3 ഇതിലെ സംസ്കൃതത്തിലെ നാമങ്ങളെ 3 വചനങ്ങളായി തിരിച്ചിരിക്കുന്നത്. ഏകവചനം, ദ്വിവചനം, ബഹുവചനം. അപ്പം നമ്മൾ 2 വസ്തുക്കളെ ഉള്ളൂ. ഒന്നിൽ കൂടുതലായ നമ്മൾ സാധാരണ മലയാളത്തിലും ഹിന്ദിയിലും ബഹുവചനമാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ സംസ്കൃതത്തില് ഒന്നിലധികം 2 വരുന്നതെങ്കിൽ ദ്വിവചനം തന്നെ ഉപയോഗിക്കണം. അതാണ് അതിന്റെ വ്യത്യാസം. ഏകവചനം, ദ്വിവചനം, ബഹുവചനം. ഇത്രയുമാണ് വചനം. നാമങ്ങളെ എത്ര വചനങ്ങളായി തിരിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഡെഫിനിഷനാണ് ഇതിൽ കാണിച്ചത്. ഇനി അടുത്തത് നമുക്ക് ഇവയുടെ ഉദാഹരണങ്ങൾ പരിശോധിക്കാം. ഇവിടെ ആദ്യം കാണിച്ചിരിക്കുന്നത് അകാരാന്തഃ പുല്ലിംഗഃ ബാലശബ്ദഃ. അപ്പൊ ഈ അകാരാന്തം എന്ന് പറയുന്നത് ഒരു വാക്ക്, ഒരു ശബ്ദം, ഒരു പദം എടുക്കുമ്പം ആ പദം എന്ത് അക്ഷരത്തിൽ, ഏത് അക്ഷരത്തിലാണ് അവസാനിക്കുന്നത്, അതാണ് ഏത് അക്ഷരമാണ് അതിന്റെ അന്തമായിട്ട് വരുന്നത്, അതാണ് അകാര. അപ്പൊ അത് ഇപ്പൊ ഇവിടെ ആയിൽ അവസാനിക്കുന്നത് കൊണ്ടാണ് അകാരാന്തഃ എന്ന് വന്നത്. ഏത് അക്ഷരത്തിലാണോ അവസാനിക്കുന്നത് അതായിരിക്കും അതിന്റെ അന്തമായിട്ട് പറയുന്നത്. അപ്പൊ അകാരാന്തഃ പുല്ലിംഗഃ ബാലശബ്ദഃ. അപ്പൊ നമ്മള് ബാല എന്ന ശബ്ദത്തിന്റെ നമ്മള് ഇവിടെ നോക്കുന്നത് അതിന്റെ വചനങ്ങളാണ് നമ്മളിവിടെ ഉദാഹരണമായിട്ട് കൊടുത്തിരിക്കുന്നത്. ബാലഹ ഏകവചനത്തിൽ വരുമ്പോ ബാലഹ ഒരു കുട്ടി. 2 കുട്ടികളാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ദ്വിവചനം ആവുമ്പോ ബാലൗ എന്ന് എഴുതണം. ദ്വിവചനം 2 കുട്ടികൾ, ബാലൗ. ബഹുവചനം വരുമ്പോ ബാലാഹ, ബാലാഹ. അപ്പൊ ഇത് 3 വ്യത്യസ്ത രൂപങ്ങളാണ്. ബാലഹ, ബാലൗ, ബാലാഹ. ഒരു കുട്ടി, 2 കുട്ടികൾ, 2-ലധികം കുട്ടികൾ. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ രൂപം വരുന്നത് അകാരാന്ത ശബ്ദത്തിന്റെ. അപ്പൊ ഈ അകാരാന്ത ശബ്ദം ഏത് വന്നാലും ഈ രൂപം തന്നെ ആയിരിക്കും. അപ്പം ഇവിടെ ഒരു ഉദാഹരണം കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ആയിരിക്കും അകാരാന്തം, ആയിൽ അവസാനിക്കുന്ന സംസ്കൃത പുല്ലിംഗ ശബ്ദങ്ങളുടെ ഈ വചന രൂപങ്ങൾ ഇത് തന്നെ ആയിരിക്കും. ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഈ ബാലശബ്ദം പോലെ തന്നെ വരും. ബാലഹ, ബാലൗ, ബാലാഹ. അടുത്തത് നമുക്ക് സ്ത്രീലിംഗ ശബ്ദത്തിന്റെ നോക്കാം. സ്ത്രീലിംഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ആകാരാന്തത്തില് അവസാനിക്കുന്നതാണ് സ്ത്രീലിംഗ ശബ്ദം. അങ്ങനെ മാത്രമല്ല, ചില എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. കൂടുതലായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഫോമിലാണ് വരുന്നത്. ആകാരാന്ത ശബ്ദത്തിൽ അവസാനിക്കുന്നതാണ് സ്ത്രീലിംഗ ശബ്ദം. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് ആകാരാന്തഃ സ്ത്രീലിംഗഃ ശാലാശബ്ദഃ. ശാല എന്ന പദമാണ്. ശാല എന്ന് പറഞ്ഞാൽ വിദ്യാലയം എന്നാണ് അർത്ഥം. അപ്പൊ ശാല എന്ന പദത്തിന്റെ സ്ത്രീലിംഗ ശബ്ദത്തിന്റെ വചന രൂപങ്ങളാണ് ഏകവചനം, ദ്വിവചനം, ബഹുവചനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതെന്താണ് നമുക്ക് നോക്കാം. ഏകവചനത്തില് ശാല എന്ന് തന്നെ പറയും, ഒരു വിദ്യാലയം, ശാല. ദ്വിവചനമാകുമ്പോൾ, അതായത് 2 വിദ്യാലയങ്ങളാണ് നമ്മൾ അതിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ശാലേ എന്നാവും. അപ്പൊ ഇവിടെ നിന്നും നേരത്തെ നമ്മൾ പഠിച്ച ബാലശബ്ദത്തിൽ നിന്നും വ്യത്യാസമാണ്. ഇവിടെ ശാലേ എന്നാവും, ശാലേ. ബഹുവചനം വരുമ്പോ ശാലാഹ, 2-ലധികം വിദ്യാലയങ്ങൾ. അപ്പൊ ശാല, ശാലേ, ശാലാഹ.
ഒരു വിദ്യാലയം, രണ്ട് വിദ്യാലയങ്ങൾ, രണ്ടിലധികം വിദ്യാലയങ്ങൾ. അപ്പൊ ഇതാണ് ആകാരാന്തഃ സ്ത്രീലിംഗഃ ശാലാശബ്ദഃ അതിന്റെ വചനരൂപങ്ങൾ. അപ്പൊ ഇത് ഈ ഒരു വാക്കിന്റെ രൂപം തന്നെയായിരിക്കും. ഈ ഒരു പദത്തിന്റെ ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദങ്ങൾ ഏത് വന്നാലും ഈ രൂപത്തിൽ തന്നെ ഇതിന്റെ വചനരൂപങ്ങൾ ഇതുപോലെ തന്നെ ആയിരിക്കും. ഒരു ഉദാഹരണം നമ്മൾ പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ അത് ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദങ്ങൾക്കെല്ലാം ഇതേ രൂപത്തിൽ തന്നെ വരും. അടുത്തതായി അകാരാന്തഃ നപുംസകലിംഗഃ ഫലശബ്ദഃ. അപ്പൊ ഇവിടെ ഫലശബ്ദത്തിന്റെ എങ്ങനെയാണ് വചനരൂപങ്ങൾ വരുന്നത് എന്ന് നോക്കാം. നപുംസകലിംഗമാണ്. ഫലം, ഫലേ, ഫലാനി. അപ്പൊ ഏകവചനത്തില് ഒരു പഴമാണെങ്കിൽ, ഫലം എന്ന് പറഞ്ഞാൽ പഴം എന്നാണ് അർത്ഥം. ഒരു പഴമാണെങ്കിൽ ഫലം, രണ്ട് പഴങ്ങളാണെങ്കിൽ ഫലേ, രണ്ടിലധികം പഴങ്ങളാണ് കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഫലാനി. ഫലം, ഫലേ, ഫലാനി. ഇങ്ങനെയാണ് നപുംസകലിംഗത്തിന്റെ വചനരൂപം വരുന്നത്. അടുത്തതായിട്ട് കൊടുത്തിരിക്കുന്നത് നേരത്തെ ഇപ്പൊ പറഞ്ഞ മൂന്ന് ലിംഗങ്ങളിലുള്ള അതിന്റെ വചനരൂപങ്ങളുടെ ഓരോ ഉദാഹരണങ്ങളും കൂടെ കൊടുത്തിരിക്കുകയാണ്. അത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് അകാരാന്ത പുല്ലിംഗ ശബ്ദമാണ്. ചഷകഃ, ചഷകഃ, ചഷകൗ, ചഷകാഹ. ചഷക എന്ന് പറഞ്ഞാൽ ഗ്ലാസ് എന്നാണ് അർത്ഥം. അപ്പോ ഒന്നാണെങ്കിൽ ചഷകഃ, രണ്ടാണെങ്കിൽ ചഷകൗ, രണ്ടിലധികം ചഷകാഹ. അടുത്തതായിട്ട് സ്ത്രീലിംഗ ശബ്ദമാണ് ചടക, കുരുവി, സ്പാരോ എന്നുള്ള അർത്ഥം. ചടക, ചടകേ, ചടകാഹ. ഛത്രം നപുംസകലിംഗമാണ്. അകാരാന്ത നപുംസകലിംഗം ഛത്രം, കുട. ഛത്രം, ഛത്രേ, ഛത്രാണി. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇതിന്റെ വചനരൂപങ്ങൾ. സംസ്കൃതത്തിലുള്ള പുല്ലിംഗ, സ്ത്രീലിംഗ, നപുംസകലിംഗങ്ങളുടെ നപുംസകലിംഗ ശബ്ദങ്ങളുടെ വചനരൂപങ്ങൾ എങ്ങനെ വരും എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പഠിച്ച. അതിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു. ഇനി അടുത്തതായിട്ട് മൂലശബ്ദ. ഇത് നമ്മൾ ഇപ്പം പഠിച്ച കാര്യത്തിന് ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നത് കൊണ്ടാണ് ഇതിനകത്ത് പറഞ്ഞത്. അതായത് മൂലശബ്ദ, സംസ്കൃതത്തിൽ മൂലശബ്ദം എന്നൊരു കാര്യമുണ്ട്. അത് നമ്മൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. അതായത് ഒരു പദം ഏത് അന്തമാണെന്നറിയാൻ അതിന്റെ മൂലശബ്ദത്തിലെ അവസാന അക്ഷരം നോക്കിയാൽ മതി. അപ്പൊ മൂലശബ്ദത്തിന്റെ അവസാന അക്ഷരം നോക്കിയാൽ നമുക്ക് ഒരു സംസ്കൃതത്തിലെ ഒരു പദം ഏത് അന്തം, ഏത് വാക്കിലാണ് അവസാനിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതായിരിക്കും ഇപ്പൊ അകാരാന്തം എന്ന് പറഞ്ഞപ്പോ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ആയില് അവസാനിക്കുന്നത് കൊണ്ടാണ് അകാരാന്തം എന്ന് പറഞ്ഞത്. ആകാരാന്തം എന്ന് പറയുമ്പോൾ ആയിൽ അവസാനിക്കും. അതുപോലെ ഇപ്പൊ മകാരാന്തമാണെങ്കിൽ മായിലായിരിക്കും അവസാനിക്കുന്നത്. അങ്ങനെ നമ്മള് ഏത് അന്തമാണ് വരുന്നതെന്ന് അറിയാൻ മൂലശബ്ദത്തിലെ അവസാന അക്ഷരം നോക്കിയാൽ മതി. അപ്പൊ സംസ്കൃതത്തിലെ ഓരോ ശബ്ദത്തിനും ഓരോ പദത്തിനും അതിനൊരു മൂലശബ്ദമുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ നേരത്തെ കണ്ട ഒരു ഉദാഹരണമാണ്, വചനരൂപങ്ങൾ കണ്ട പദമാണ് ബാലഹ. ബാലഹ, ബാലൗ, ബാലാഹ എന്ന 3 രൂപങ്ങൾ വചനത്തിൽ, ഏകവചനം, ദ്വിവചനം, ബഹുവചന രൂപങ്ങൾ നമ്മൾ പഠിച്ചു. ബാലഹ, ബാലൗ, ബാലാഹ. അതായത് ഇത് അകാരാന്ത പുല്ലിംഗ ശബ്ദമാണ്. അകാരാന്ത പുല്ലിംഗ ശബ്ദ ബാലശബ്ദമാണ്. ബാലശബ്ദത്തിന്റെ വചന രൂപങ്ങളാണ് ഇവിടെ പഠിച്ചത്. ഇതെന്ന് പറയുന്ന ഈ 3 രൂപങ്ങൾ ബാലഹ, ബാലൗ, ബാലാഹ എന്ന് പറയുന്നത് വന്നിരിക്കുന്നത് ബാല എന്ന മൂലശബ്ദത്തിൽ നിന്നുമാണ് ഉണ്ടാക്കിയവയാണ്. അപ്പൊ അതിന്റെ മൂലശബ്ദം എന്ന് പറയുന്നത് ബാലയാണ്. ബാല, ഈ ശബ്ദത്തിൽ നിന്നുമാണ് ഈ 3 രൂപങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ മൂലശബ്ദം ബാല എന്നാവുമ്പോ അതിന്റെ അവസാന അക്ഷരം നോക്കിയാൽ മതി നമുക്ക് ഇതിന്റെ ഏത് അന്തമാണെന്നുള്ളത് മനസ്സിലാവും. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് നമ്മൾ ബാല ശബ്ദത്തിന്റെ അവസാന അക്ഷരം നോക്കുമ്പോ ലായാണ്, ലാ. അപ്പം ഇതിൽ നമ്മൾ ഇത് നമുക്ക് ഇത് കാണുമ്പോ സംശയം തോന്നി. ഈ പദത്തിൽ നിന്ന് നമുക്ക് ഇങ്ങനെ അന്തം എന്താണെന്ന് അറിയാൻ ഒരു സംശയം കാണും. അപ്പൊ അത് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കും. ആ വാക്കിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. അതിനാണ് വർണ്ണവിച്ഛേദം ചെയ്യുക എന്ന് പറയുന്നത്.
അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുകയാണത്. ബാലഹ എന്ന് പറയുന്നത് ബ പ്ലസ് ആ പ്ലസ് ല പ്ലസ് ആയാണ്. അപ്പൊ ആയിലാണ് അത് അവസാനിക്കുന്നത്. അതുകൊണ്ടാണ് ബാലഹ അകാരാന്ത ശബ്ദമാണ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ ആദ്യത്തെ അക്ഷരം ബായാണ്, ബ. അത് നമ്മൾ എഴുതുമ്പോ ബ എന്ന് വേണം എഴുതുക. ഇത് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ബ. അടുത്തത് ബാന്ന് വരുന്നത് കൊണ്ട് ബ പ്ലസ് ആന്ന് വരും. ലായില് വരുന്നത് ല പ്ലസ് ആയാണ്. അപ്പൊ ആയിൽ അവസാനിക്കുന്നു. അവസാന അക്ഷരം ആയാണ്. അതുകൊണ്ട് ബാലഹ അകാരാന്ത ശബ്ദമാണ്. ഇനി അതുപോലെ നമുക്ക് ഇതിന് മുമ്പ് ചെയ്ത ഉദാഹരണം അടുത്തത് നോക്കാം. ശാല. ശാല എന്ന സ്ത്രീലിംഗ ശബ്ദം, നമ്മൾ ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദമാണ് ശാല. ആ ശബ്ദത്തെ നമ്മൾ പഠിച്ചു. അപ്പൊ അതിന്റെ 3 രൂപങ്ങൾ ശാല, ശാലേ, ശാലാഹ എന്നാണ് അതിന്റെ വചന രൂപങ്ങൾ. ഏകവചനം, ദ്വിവചന, ബഹുവചന രൂപങ്ങൾ ശാല, ശാലേ, ശാലാഹ എന്നാണ് പഠിച്ചു. അപ്പൊ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന്റെ മൂല ശബ്ദം എന്ന് പറയുന്നത് ശാല ആണ്. ശാല. ശാല എന്ന മൂലശബ്ദത്തിൽ നിന്നും ഉണ്ടാക്കിയവയാണ് ഈ 3 രൂപങ്ങൾ. ശാല. അപ്പൊ ശാല എന്ന പദമാണ് അതിന്റെ മൂലശബ്ദം. അപ്പൊ അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. ശാല എന്ന് വെച്ചാൽ ഷ അധികം ആ പ്ലസ് ല പ്ലസ് ആ. അപ്പൊ അവസാനിക്കുന്നത് ആ എന്ന അക്ഷരത്തിൽ, സ്വരാക്ഷരത്തിലായതുകൊണ്ട് ആകാരാന്തമായി. അപ്പൊ ശാലാ ശബ്ദം ആകാരാന്ത ശബ്ദമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇങ്ങനെയാണ്. ഇതിനെ വർണ്ണവിച്ഛേദം ചെയ്ത് നോക്കും. ഓരോ അക്ഷരങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നോക്കും. അപ്പൊ നമുക്ക് അവസാനിക്കുന്നത് ഏത് അക്ഷരത്തിലാണെന്നുള്ളത് വ്യക്തമായിട്ടും അവിടെ കിട്ടും. അങ്ങനെയാണ് നമ്മൾ ആകാരാന്ത ശബ്ദം എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ നപുംസക ശബ്ദം പഠിച്ചു. നപുംസക ശബ്ദത്തിന്റെ രൂപങ്ങൾ പഠിച്ചു. അതിൽ ഫലം എന്ന ശബ്ദമാണ് നമ്മൾ പഠിച്ചത്. ഫലം, ഫലേ, ഫലാനി. ഇതെന്ന് പറയുന്നത് ഫൽ. ഇത് വ്യത്യാസമുണ്ട്. ഇതിന്റെ മൂലശബ്ദം എന്ന് പറയുന്നത് ഫൽ എന്നാണ്. അപ്പൊ അതില് ഫല്ലെന്നല്ല ഫല എന്ന് വേണം വായിക്കാൻ. നമ്മള് ഇല്ലെന്നുള്ള ശബ്ദം ഹിന്ദിയിൽ പറയുന്ന പോലെ സംസ്കൃതത്തിൽ പറയാൻ പാടില്ല. ഫല എന്ന് വേണം ഇത് വായിക്കാൻ. അപ്പൊ ഫല എന്ന മൂലശബ്ദത്തിൽ നിന്നും ഉണ്ടാക്കിയവയാണ് ഈ 3 രൂപങ്ങൾ. ഫലം, ഫലേ, ഫലാനി. അപ്പൊ നമ്മൾ പറയുന്നുണ്ട് ഫല അകാരാന്ത ശബ്ദമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യും. വർണ്ണവിച്ഛേദം ചെയ്യുമ്പോൾ ഫല എന്ന ശബ്ദത്തിനെ നമ്മൾ വിച്ഛേദിക്കുമ്പോൾ ഫ അധികം ആ പ്ലസ് ല പ്ലസ് ആ കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ അവസാനിക്കുന്ന ഈ അക്ഷരം, ഈ പദം അവസാനിക്കുന്നത് ആ എന്ന സ്വരാക്ഷരത്തിലാണ്. അതുകൊണ്ടാണ് ഫല അകാരാന്ത ശബ്ദമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ, അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. അതിനു വേണ്ടിയാണ് നമ്മൾ ഒരു പദം കിട്ടിയാൽ ഇങ്ങനെ വിച്ഛേദിച്ച് നോക്കണം. വിച്ഛേദിച്ച് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അത് ഏത് അന്തമാണ്, ആ സംസ്കൃത പദം ഏത് വാക്കിൽ, ഏത് അക്ഷരത്തിൽ അവസാനിക്കുന്നു, ഏത് അന്തം ആണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ ഈ വഴിയിലാണ് ചെയ്തു നോക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ മൂല ശബ്ദങ്ങൾ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത്. ഇതോടെ ഇന്നത്തെ പഠനം പൂർത്തിയാവുന്നു. ഹരിയോ. ഇന്നത്തെ പഠനം നമുക്ക് ശാന്തിമന്ത്രം ചൊല്ലിക്കൊണ്ട് പൂർത്തിയാക്കാം. ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവ ദേവ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിയോം. അപ്പൊ ഇന്നത്തെ പഠനം നമ്മളിവിടെ പൂർത്തിയാക്കി. ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചതൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. അതിനുള്ള റിപ്ലൈ ഞാൻ തരാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.
ഇനി ഈ പുതുതായി ഈ ചാനൽ സന്ദർശിക്കുന്നവർ എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, അതിനടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. നന്ദി, നമസ്കാരം.